എത്ര കാലം ജീവിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ശങ്കരാചാര്യര് 23 വർഷം കൊണ്ട് ചെയ്തു തീർത്തത് എത്രയധികം കാര്യങ്ങളാ. 39 വർഷം കൊണ്ട് വിവേകാനന്ദൻ ചെയ്തു തീർത്തത് എത്രയധികം കാര്യങ്ങളാ. ഈ വെടിയുണ്ടയേറ്റ് മരിക്കുന്നത് വരെ മഹാത്മാഗാന്ധി ചെയ്തു തീർത്ത കർമ്മങ്ങള് എത്രയധികമാണ്. അവരെല്ലാം എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ലോകശ്രദ്ധ അവരിലേക്ക് വരാനുണ്ടായ കാരണം ജീവിച്ചിടത്തോളം കാലം അവര് ധന്യമായ ജീവിതം നയിച്ചു. യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം. ഏതാണ്ട് 80 വയസ്സുവരെ ജീവിക്കുന്ന നമ്മള്, 60 ടൺ ഭക്ഷണം കഴിക്കുന്ന നമ്മള്, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന് പാടുന്ന നമ്മള്, ഓരോ ദിവസവും നമ്മള് ശ്മശാനത്തിന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന ഓർമ്മയിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് നമ്മുടെ മനസ്സ് ധന്യമാകുന്നത്. ആ മനസ്സ് ധന്യമാകുന്നത് യഥാർത്ഥത്തില് നമ്മുടെ ജീവിതത്തെ സുഖസമ്പൂർണമാക്കും. ഞാൻ എന്നും എല്ലാവരോടും പറയാറുണ്ട്, ഏതെല്ലാം ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും അതിന്റെ കൂട്ടത്തിൽ അല്പം ആത്മീയതയും ചേരണം. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്റെ ഉള്ളിലാവണം. ചിലരതിനെ എന്നുള്ളിലാവണമെന്ന് പറയും, ചിലരതിനെ എന്നുള്ളിലാകണമെന്ന് പറയും. അക്ഷരം ഒന്ന് തന്നെയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളിലാകണം എന്ന് പറയും. അതായത് പ്രപഞ്ച ചൈതന്യത്തിന്റെ ആ പ്രഭ മായയായിട്ട്, മഹിമയായിട്ട്, നീയായിട്ട്, നിന്റെ മായ, നിന്റെ മഹിമ, നീയ് എന്റെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം എന്റെ ഭൗതിക ജീവിതത്തെ ആത്മീയത കൊണ്ട് സമ്പുഷ്ടമാക്കാൻ എന്റെ മനസ്സ് എന്നെ പ്രചോദിപ്പിക്കും. ഭൗതിക ജീവിതത്തിലെ സുഖദുഃഖങ്ങളും ഉയർച്ച താഴ്ചകളും ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളും ചിരിയും കരച്ചിലുമെല്ലാം ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ തളരാതെ തകരാതെ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നിലുള്ള ആത്മീയതയായിരിക്കണം. അതുകൊണ്ടാണ് എങ്ങനെയാണോ മഹാസാഗരത്തില് കാറ്റ്, അതിന്റെ ആഴം, അതിന്റെ തിര അതെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത്, ആ മഹാസാഗരത്തില് അഭേദ്യമായിട്ടിത് നാലും ഒരുമിച്ചിരിക്കുന്നത് പോലെ നിന്റെ മായയും നിന്റെ മഹിമയും നീയും ഞാനും ഒന്നാകണം എന്ന് ജീവിച്ചിരിക്കുമ്പോൾ പറയുന്ന പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ ഏത് കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും, ഏത് ഫയല് തുറക്കുമ്പോഴും, അതിരാവിലെ ഉണരുമ്പോഴും, അല്ലെങ്കിൽ നമ്മളുടെ കട തുറന്ന് ക്യാഷ് ബോക്സ് തുറക്കുമ്പോഴും, ജീവിതത്തിലെ ഓരോ നിമിഷവും നിന്റെ ചൈതന്യം എന്റെ മനസ്സിനകത്ത് അന്ധവിശ്വാസമല്ലാത്ത ലെവലിൽ നിലനിർത്തിയാൽ, ഒരു കെട്ടിടത്തിന്റെ ഇഷ്ടികയെ എങ്ങനെയാണോ സിമന്റ് ചേർത്ത് വെക്കുന്നത്, ഒരു കെട്ടിടത്തിന്റെ ഇഷ്ടികകളെ എങ്ങനെയാണോ സിമന്റ് ചേർത്ത് വെക്കുന്നത്, അതുപോലെ
എന്റെ ജീവിതത്തിലെ ഭൗതികാനുഭവങ്ങള് ആത്മീയതയാകുന്ന സിമന്റ് കൊണ്ട് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പൊ ജീവിച്ചിരിക്കുമ്പോ മുഴുവനും ആ ചൈതന്യം എന്റെ ഉള്ളില്. അവസാനമെടുക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത് എന്താണ്? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അപ്പൊ നീ എന്റെ ഉള്ളിലാവണം. എന്റെ ചൈതന്യം എവിടെ അസ്പന്ദമാകണം? എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ആത്മാവ് വിട്ടുപോയാൽ അത് ജഗദീശ്വര നിന്റെ ചൈതന്യത്തിൽ അലിഞ്ഞു ചേരണം എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും എല്ലാ ജാതിയിലും മതത്തിലും ഇസത്തിലും പ്രായത്തിലും വർഗത്തിലും വർണ്ണത്തിലും ഭാഷയിലും രാജ്യത്തിലും പെട്ടിരിക്കുന്ന ജനങ്ങൾ ഒന്ന് ചൊല്ലിയാൽ